അപ്പോൾ ഓഗസ്റ്റ് 1-ാം തീയതി ആട്ടെ ഇന്ന് കുക്കിംഗ് വീഡിയോ ഇടാമെന്ന് വെച്ചിട്ട് ഓർത്തിരിക്കണമായിരുന്നു. അപ്പോൾ ഒരു 10-11 മണി രാവിലെ ആയപ്പോൾ മുതൽ ഇവിടെ കടലേറ്റം തുടങ്ങി. അപ്പം നമ്മുടെ വീട് കണ്ണമാലിയിലാണ്. കണ്ണമാലി പിന്നെ അറിയാമല്ലോ, മഴക്കാലമായ കർക്കിടക കടലേറ്റം ഭയങ്കരമായിട്ടുണ്ടാവും. അപ്പോൾ അതെ കടലേറ്റം തുടങ്ങി. നമ്മുടെ വീടിൻ്റെ 4 വശത്ത് കൂടിയിട്ടും കടൽ ഒഴുകുന്നുണ്ട് കേട്ടോ. ഇപ്പം ചെറുതായിട്ടൊന്ന് കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഉച്ചയ്ക്ക് 1 മണിയായി. ഇപ്പം രാവിലെ 10 മണിക്ക് തുടങ്ങിയതാണ്. ഇപ്പോൾ 1 മണി, ഉച്ചയ്ക്ക് 1 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഏറ്റവും കൊള്ളണ സമയമാണെന്നും പറഞ്ഞുകൊണ്ട് ചേട്ടയൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പം ഏറ്റവും കൊണ്ടിട്ടുണ്ട്. നല്ലോണം കടലൊഴുകാൻ തുടങ്ങി. നമ്മുടെ മുറ്റത്ത് കൂടിയും ബാക്കിൽ കൂടി ഫ്രണ്ടിൽ കൂടി എല്ലാം ഒഴുകണേണ്. ഇനി എങ്ങനെയാണ് വീടിൻ്റെ അകത്ത് കയറുമെന്ന് അറിയാൻ പാടില്ല. കഴിഞ്ഞ കൊല്ലമൊക്കെ കയറിയായിരുന്നു. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതൊക്കെ ഒരു 5 വർഷത്തെ കടലേറ്റത്തിന് പോയതാട്ടോ. 5 വർഷം മുന്നേ ഈ വീടൊക്കെ നശിഞ്ഞു പോയതാണേ. അതിൻ്റെ മുറ്റത്ത് കൂടിയൊക്കെ ഒഴുകണുണ്ട്. അപ്പോൾ അതേ മഴയെ നന്നായിട്ട് വരാൻ പോകുന്നുണ്ട്. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഇതിൽ നിന്ന് വാട വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഈ കടലേറ്റം താങ്ങൂല. 2-3 തിര അടിച്ചു കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കാര്യത്തിൽ തീരുമാനം. അതായത് ഞങ്ങൾ നടക്കണ വഴിയാട്ടാ. അവിടെയൊക്കെ നിറയെ വെള്ളമാണേ. നമ്മുടെ വീടിൻ്റെ മുറ്റാട്ടാ. പിന്നെ അതേ സൈഡ് എല്ലായിടത്തും വെള്ളം നിറഞ്ഞു തുടങ്ങി. അതേ ഈഗക്കുട്ടന് ഭയങ്കര സന്തോഷം. അവൾക്കറിയില്ലല്ലോ, നമുക്ക് ഉള്ളിൽ തീയാണ്. അതെ ഇതൊക്കെയാണ് കേട്ടോ വീടിൻ്റെ അവസ്ഥ. നല്ല മഴയും കാറ്റും കൂടെ കടലേറ്റും. കഴിഞ്ഞ കൊല്ലം കടൽ കയറിയപ്പോൾ പൊട്ടിയതാണ് കേട്ടോ ഈ വീട്. ഇങ്ങനെ എല്ലായിടത്തും പൊട്ടുപാടൊക്കെയാണ്. ആകപ്പാടെ വീട് നശിഞ്ഞിരിക്കണേ. നമ്മുടെ വീടിൻ്റെ ബാക്കാണ് കേട്ടോ. അഴുക്കെല്ലാം ഒഴുകി വന്നുണ്ടേ കടപ്പുറത്തുനിന്ന്. പോലെ വീടിൻ്റെ മുറ്റമാണ് കാണുന്നത്. ഇവിടെയൊക്കെ എല്ലാം വെള്ളം നിറഞ്ഞിട്ടുണ്ട്. കടലിൻ്റെ തിര വന്നിട്ട് ആ ഭിത്തിമേട്ട് നമ്മുടെ വാടമേട്ട് അടിക്കണം. നിങ്ങൾ കാണാൻ പറ്റണ്ട നിങ്ങൾക്ക്. ഇത് എല്ലാ വർഷം നമ്മളിത് അനുഭവിക്കണം കേട്ടോ. ഓരോരോ ഗവൺമെൻറ് മാറി വരുമ്പോൾ ഈ വർഷം ശരിയാവും, ഇല്ല അടുത്ത വർഷം ശരിയാവും എന്നും പറഞ്ഞ് നമ്മളിങ്ങനെ വിശ്വസിക്കും. പക്ഷേ പാവങ്ങൾക്ക് അവരുടെ വീട് നഷ്ടപ്പെടും എന്നല്ലാണ്ട് വേറൊരു ഉപകാരവും ഇല്ല ഗവൺമെൻറ്റിനെ കൊണ്ട്. കണ്ടോ നന്നായിട്ട് കടൽ കയറുന്നുണ്ട്. എൻ്റെ ഫോണിൽ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നാത്തത്. ഇവിടെ വന്നാൽ ഈ കണ്ണമലി എന്ന് പറഞ്ഞ നാട്ടിൽ വന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ അവസ്ഥ എന്തോരം ഭീകരമാണെന്ന് മനസ്സിലാവും. ഇതൊക്കെ ഇവിടെയൊക്കെ മതലുണ്ടായിരുന്നേണ്ടാ, എല്ലാം പോയി. ഇപ്പം ദേ വെയിൽ കെട്ടിയപ്പോൾ വെയിലും വീണ് വീട് പോണ്. പിന്നല്ലേ ഒരു മതൽ. വെള്ളമൊഴുകി വന്നണ്ടേ. അപ്പം ഇതാണ് നമ്മുടെ കടപ്പുറം. വാട കെട്ടിയേക്കണണ്ട, അതാണ് നമ്മുടെ വാട. ഇവിടെയൊക്കെ പണ്ട് വീടുണ്ടായിരുന്നേ കേട്ടാ. എല്ലാം പൊളിഞ്ഞു പോയതാണേ. പക്ഷെ അതാരും ഗവൺമെൻറ്റിനൊന്നും കൊടുത്തിട്ടില്ല. ഇവിടെ കൂടുതലും താമസിക്കുന്നത് മത്സ്യത്തൊഴിലാളികളാണേ. അതുകൊണ്ടിട്ട് ഗവൺമെൻറ്റിന് വലിയ ചൂടൊന്നുമില്ല. ഇതിപ്പോൾ ഇത്തിരി നേരം കൊണ്ടാണ് കേട്ടോ ഈ കടലിങ്ങനെ കയറാൻ തുടങ്ങിയത്. രാവിലെ മുതൽ കയറണുണ്ട്. പക്ഷേ ഈ ഒരു 10-15 മിനിറ്റ് മുമ്പാണ് ഇങ്ങനെ നമ്മുടെ മുറ്റത്ത് കൂടിയൊക്കെ നല്ലോണം ഒഴുകാൻ തുടങ്ങിയത് കേട്ടോ. ഇതിപ്പോൾ ഒരു ചെറിയ ഒഴുക്കാണ്. കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മുടെ വീടിൻ്റെ അകത്തായിരിക്കും. ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ ഒരു ഗവൺമെൻറ്റിന് മോശമായിട്ട് പറയാൻ വേണ്ടി എടുത്തല്ല. ഇവിടെ ഈ കണ്ണമാലി നാട്ടിലും ഈ ചെറിയ കടവ്, കമ്പനിപ്പടി അവിടെയൊക്കെ കുറച്ച് ജനങ്ങൾ താമസിക്കുന്നുണ്ട്. അവർ ഒരു ജീവിതകാലം മൊത്തം വീട്ടുവേല എടുത്തും വഞ്ചിപ്പോയൊക്കെയാണ്
വീടൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണം. അതൊക്കെ ഇങ്ങനെ വെറുതെ കടൽ കയറി നശിച്ചു പോണ കാണുമ്പോൾ സങ്കടമുണ്ട്. അപ്പം അത് ഒന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതേ നല്ല മഴക്കാരും വെക്കണുണ്ട്. കാറ്റടിക്കണനുസരിച്ച് കടലിൽ നിന്ന് വെള്ളം കൂടുവേ. ഇപ്പം ഒരു ഗവൺമെൻറ്റിനെയും മോശമായിട്ട് പറഞ്ഞല്ല, ഞാൻ ജസ്റ്റ് കടൽ കയറിയപ്പോൾ ഞങ്ങളുടെ ഈ കണ്ണമാലി നാട്ടിലെ അവസ്ഥ പുറം ലോകത്തിന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ ഒന്നും പറയാൻ മനസ്സ് വന്നില്ല. അപ്പോൾ ശരി.